പുളിച്ചില, മുന്തിരി പുളിച്ചില. ചില അങ്ങാടിയിലൊക്കെ ഉണ്ട് ബോർഡ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കയ്യിൽ കയറ് കൊടുത്തിട്ട് അലി സാഹിബിനെ ആടിന്റെ ചിത്രമാക്കിയിട്ട് കയറിട്ട് കൊണ്ടുപോകാൻ അറക്കാനും അല്ല, കുഞ്ഞാപ്പ അങ്ങനെ ഇട്ട് കൊടുന്നിട്ട് അലിനെ ആനപ്പുറത്ത് ഇരുത്തിയിട്ട് പോളിറ്റി ബ്യൂറോന്ന് മറ്റാതെ നിരത്തി മറ്റോടത്ത് ആ കൂട്ടിക്കാണ്ട് കയറി എല്ലാം അങ്ങനെ ലെവലാക്കി പോവുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചവരാണ്. എവിടെ സന്തുലിതാവസ്ഥ തെറ്റിയത്? LK അദ്വാനി വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തപ്പോൾ ഒരു പ്രമാണിയും പറഞ്ഞില്ലല്ലോ സന്തുലിതാവസ്ഥ തെറ്റി. ഇവിടെ ആരൊക്കെ മന്ത്രിമാരായി? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മന്ത്രിമാരായിട്ട് ഒരു സമുദായത്തിനും ദോഷമാകുന്ന ഒന്നും ചെയ്തില്ല. എന്നാലും കുറെ ആളുകൾ ആവശ്യമില്ലാതെ മുന്നണിയിൽ ഘടകകക്ഷി പോലും അല്ലാത്ത ഒരു വർത്താനം പറയാ. ഇതിലിടപെടുന്നത് എന്തിനാ? വിളിക്കാത്ത സദ്യക്ക് ഇലടാൻ വരിക, എന്നിട്ട് പിന്നെ എടുത്തിരിക്കണോന്റെ പപ്പടും കേൾക്കുക. അത് നല്ല പണിയാ. ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാ അല്ലേ? ഇവിടേക്ക് മെഡിക്കൽ കോളേജ് എന്നാ മുസ്ലിങ്ങളെ മെഡിക്കൽ കോളേജ്, മറ്റുള്ളവർക്ക് തന്ന ജനങ്ങളുടെ മെഡിക്കൽ കോളേജ്. അത് ശരിയല്ലല്ലോ. ഈ രാജ്യം നമ്മളെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ചതല്ലേ? ഈ നാട് തന്നെ ശ്രീ ശങ്കരന്റെ, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടല്ലേ? ഇവിടെ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹൈന്ദവ സ്നേഹിതന്മാർ, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹൈന്ദവ സ്നേഹിതന്മാർ, അവരെല്ലാം മനസ്സിലാക്കി ആലോചിച്ച് ചിന്തിച്ച് തന്നെയാ നമ്മൾ ഒന്നിച്ച് കേരളക്കരയിൽ നീങ്ങുന്നത്. താമര വിരിയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചാനലിൽ കണ്ടു ഇലക്ഷന്റെ റിസൾട്ട് സമയത്ത്. വിരിഞ്ഞില്ല. അവിടെയും കോണിയാ ജയിച്ചു കയറിയത്. ചില ആളുകൾക്ക് ഇതാ പണി. ഇപ്പോ മഞ്ഞളാംകുഴി അലി സാഹിബ് മന്ത്രിയാകുന്നതിന്റെ അല്പം മുമ്പ്, ചാനലൊന്നും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഉടനെ പറയുന്നു. 5ാം മന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ആന്ധ്രാ തീരത്തുനിന്ന് കൊടുങ്കാറ്റ് വരണേരി. തീരദേശങ്ങളിൽ ആഞ്ഞി വീശാൻ സാധ്യതയുണ്ട്, പരിസരത്തുള്ളവർ മാറേണ്ടതാണ്. എന്തൊരു കഥയാണിത്. നമ്മൾ ഈ രാജ്യത്തിലെ മക്കളല്ലേ? ഒരു കാര്യം ഉറപ്പാ, സുനാമി നടക്കുമ്പോ വരെ ഞങ്ങളെ പറ്റിയിട്ടാ ചർച്ച. മഞ്ഞളാംകുഴി അലി മന്ത്രിയാവുന്നു എന്ത് തോന്നുന്നു പറയുമ്പോൾ ഭൂമിമ കിടന്ന് വിറക്കുകയാണ് ഈ ചാനലിട്ട്. ഒന്ന് ആലോചിക്കണോ? ശരിക്കും പോലെയല്ല നിൽക്കണ്. ഭൂമിയും കൂടിയും വിറക്കണ സമയത്ത് ലീഗാണ് അല്ലേ? ഈ ഭരണം വന്നതിൽ ആർക്കാ? ഞങ്ങളെ ശത്രുക്കൾക്കൊക്കെ ശത്രുതല്ലേ, എതിർപ്പല്ലേ? ആർക്കാ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങളോട് വലിയ യോജിപ്പുണ്ടോ? എന്നും അനങ്ങിയ രാജിയല്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെങ്കിലും പറയും, രാജിവെക്കണം അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ പറയും, രാജിവെക്കണം. അനങ്ങിയ രാജി 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 എന്നുള്ളൊരു വർത്താനേ ഉള്ളൂ. അച്യുതാനന്ദനൊക്കെ ഏത് നേരം രാജി. രണ്ടാൾ രാജിവെച്ചാൽ അത്രയും നന്ന്. എന്നാ മൂപ്പര് രാജിവെക്കൂല. മൂപ്പര് 1ാം പ്രതിയായി വിജിലൻസിൽ ചേർത്തി. മൂപ്പര് രാജിവെച്ചില്ല. മൂപ്പര് രാജിവെക്കൂല. പിന്നെ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ 9ാം പ്രതിയായപ്പോ രാജിവെക്കണം എന്ന് പറയാൻ പോളിറ്റി ബ്യൂറോനെ കണ്ട ആളാണ്. തോമസ് ഐസക്ക് ലോട്ടറി കേസിൽ രാജിവെക്കണം എന്ന് പറയാൻ പാർട്ടിനെ കണ്ട ആളാണ്. മൂപ്പര് രാജിവെക്കൂല, മറ്റുള്ളവരൊക്കെ രാജിവെക്കണം. അല്ലെങ്കിൽ ആ തൊള്ളുണ്ട് തുറന്നാൽ രാജി രാജി ഈ ഒരു കച്ചവടം. നമ്മൾ STD ബൂത്തിലെ ചെക്കനെ നിക്കാഹിന് ഇരുത്തിയ STD ബൂത്തിലെ ചെക്കനെ നിക്കാഹിന് ഇരുത്തിയിട്ട് മൊബൈലേറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തല്ല എന്നുള്ള ശ്രദ്ധൊന്നുമില്ല. ഉസ്താദ് എന്ത് എല്ലി കൊടുത്താലും ആ അന്തം പൊട്ടി ഇരുത്തും. അവന്റെ വിചാരം ബൂത്തിലാന്നാ. ആ ഇരുത്തങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു ഖബിൽ തൂ എന്ന് പറഞ്ഞോട്. ഖബിൽ തൂ. അപ്പോഴും ആ ഇരുത്തം ചങ്ങായിമാരൊക്കെ പറഞ്ഞു ഖബിൽ തൂ എന്ന് പറഞ്ഞോടാണ്. ഓൻ പറഞ്ഞു ഡബിൾ ടൂന്ന്. അതന്നെ നേരം പൊളിച്ച് വൈകുന്നേരമാവോളം ഈ ഡബിൾ ടൂന്ന് പറഞ്ഞൊരു കച്ചവടമില്ല. അച്യുതാനന്ദ രാജിയേ രാജി, വേറൊരു വർത്താനമില്ല അല്ലേ? മൂപ്പര് ഈ വർത്താനൊക്കെ കേട്ടപ്പോ എല്ലാരും വിചാരിച്ച് മൂപ്പര് നല്ലൊരു മോമിനായ മനുഷ്യനാന്നാ, മറ്റവരൊക്കെ കള്ളന്മാർ, ഇയാളൊരു മുത്തരക്കായ മനുഷ്യനാന്നാ. ഇപ്പൊ കേസ് ഒന്നൊന്നാകെ വന്നപ്പോഴല്ലേ മനസ്സിലായത് പെരുങ്കള്ളനാന്ന് അല്ലേ? പണ്ടൊരു ഭ്രാന്താശുപത്രിയില് ഭ്രാന്തന്മാർക്ക് ഭ്രാന്ത് ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടർ 3 ആളെ ബെഞ്ചിലിരുത്തി. 3 ആളോടും ചവിട്ടാൻ പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നത് പോലെ ചവിട്ടാൻ, വെറുതെ ഇരുന്ന പോലെ ഇങ്ങനെ ചവിട്ടി. അപ്പൊ ഇത് ഭ്രാന്ത് തന്നെയെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആള് ചവിട്ടി നിർത്തിക്കണം. അപ്പൊ ഡോക്ടർ മനസ്സിലാക്കിയത് എന്താ, ഇയാൾക്ക് കാര്യമൊക്കെ പിടുത്തം കെട്ടിക്കണം, വലിയ സോക്കടൊന്നും ഇല്ലാന്ന്. ചെന്നോനോട് ചോദിച്ചു എന്തേ ചവിട്ടി നിർത്തിയെന്ന്. എന്താ പറഞ്ഞാൽ അറിയോ? ഞാൻ ഇപ്പൊ ഇറക്കത്തിലാന്നാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു മോനെ ഈ ഇറക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ കുത്തനെ കയറ്റാ അറിഞ്ഞു. അപ്പൊ പഹൻ നിന്ന് ചവിട്ടൽ തുടങ്ങി. അപ്പൊ വലിയ മൂച്ചിപ്പിരാന്തൻ അവനാണ്. ഈ അച്യുതാനന്ദൻ മറ്റുള്ളവരെ കുറ്റമൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ഇയാള് നല്ലൊരു മനുഷ്യനാന്നാ. അപ്പൊ എല്ലാം കണ്ടു അല്ലേ?
പോളിറ്റ് ബ്യൂറോ ഔട്ടായില്ലേ? എവിടെയുള്ളത്? അവിടുന്ന് ഇ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താന്ന് പറഞ്ഞ ആൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് കുത്ത് കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്നിട്ടാ ഒഴിഞ്ഞത്. അവിടെ ഒന്നും നിന്നില്ല. കണ്ടില്ലേ? നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പിടിവള്ളി എന്താ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഞങ്ങൾ വ്യത്യസ്ത കക്ഷികളാ, ഞങ്ങൾ എല്ലാവരും മാന്യത പുലർത്തിയാ പോകുന്നത്. CPI കെഞ്ചിപ്പറയുന്നത് പോലത്തെ ദുരവസ്ഥ ഒന്നും ഞങ്ങളെ മുന്നണിയിലില്ല. ഞങ്ങൾ ഈ എല്ലാം മനസ്സിലാക്കി ഈ രാജ്യത്ത് സന്തുലിതാവസ്ഥയും സൗഹൃദയും ഒക്കെ ഏറെ പാലിക്കുന്നവരാ. നമുക്കറിയില്ലേ, ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിക്കുമ്പോ നമ്മൾ ഈ മക്കളെ പഠിപ്പിച്ചതെന്താ? കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനാ. എത്ര ആള് ഫസാദ് ഉണ്ടാക്കാൻ വന്നു? പലരും വന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ കൈപ്പത്തിക്ക് ചെയ്യാ, കോണിക്ക് തന്നെ വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ. നമ്മളെ വല്യമ്മമാരെ തടഞ്ഞു നിർത്തി പരപ്പനങ്ങാടിയിൽ. പത്രക്കാർ ചോദിച്ചു, ഇത്രയും കാലം കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാണ് കൈപ്പത്തിക്ക് ചെയ്യാന്ന് ചോദിച്ചു. എന്താ നമ്മളെ വല്യമ്മമാര് പറഞ്ഞതെന്നറിയോ? പാണക്കാട്ട കുട്ടി ഈ മുടിപ്പിന്നിന് വോട്ട് ചെയ്യണം തന്നെ ഞങ്ങൾ അതിന് ചെയ്യും, ചിലക്കാതെ പോടാ വിടുന്നവരുന്നു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഞങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഈ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, എല്ലാവരെയും മാനിക്കുന്നവരാണ്. ഇവിടെ സന്തുലിതാവസ്ഥ തകരുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായി എന്റെ മുത്ത് CH 38 വകുപ്പ് ഒന്നിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ CHനെ കേരളക്കാരെ നീട്ടി വിളിച്ചത് CHM കോയ. C for ക്രിസ്ത്യൻ, H for ഹിന്ദു, M for മുസ്ലിം. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. പിന്നെ കുറെ ആളുകൾക്ക് നിർബന്ധം ഞങ്ങൾ സുഡാപ്പിയെ പോലെ ആകണം, കുറെ ആളുകൾക്ക് മായതനീര ആളുകളെ പോലെ ആകണം. ആകില്ല മക്കളെ. ഞങ്ങളെ രക്തത്തിൽ ഓടുന്നത് എന്താണെന്നറിയോ? ഈ സിരകളിൽ ഓടുന്നത് എന്താണെന്നറിയോ? ഖായിദുമില്ലത്തിന്റെ രക്ത. എന്റെ മുത്ത് പൊന്നു ശിഹാബ് തങ്ങളുടെ രക്ത. അങ്ങാടിപ്പുറത്തിന്റെ തളിക്ഷേത്രത്തിന്റെ മണ്ണിനെ തൊട്ടെടുത്താണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അറിയോ? ഞങ്ങളെ കൊണ്ട് എവിടെയും പ്രശ്നം ഉണ്ടാക്കിയല്ല, എല്ലായിടത്തും ഒന്ന് കെടുത്താനാ നോക്കിയത്, അല്ലേ? ഇപ്പോഴും അറബിക് യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കേരളത്തിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്താ കാരണം? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. E.T. മുഹമ്മദ് ബഷീർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോ കൊടുത്തതാ. ശബരിമല റോഡ് വീതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെപ്പറ്റി ആരാ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത്? ഞങ്ങൾ ഈ സമൂഹത്തെ എല്ലാവരെയും മാനിക്കുന്നവരാണ്, അല്ലേ? സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ആ മുസ്ലിം മന്ത്രി, ഹിന്ദു മന്ത്രി, അങ്ങനെ ഉണ്ടൊരു വർത്താനം അങ്ങനെ പറയാൻ പറ്റും? ഒരു ഫുട്ബോൾ ടീമായിട്ട് പോകല്ലേ നമ്മള്? ഇപ്പൊ ഇന്ത്യയുടെ ടീം ഇങ്ങനെ പോകുമ്പോ ഷറഫ് അലി IM വിജയന് സൈഡ് ഇട്ട് കൊടുക്കുമ്പോ ഓ പട്ടികജാതിയാന്നറിയില്ല. ഒന്നായിട്ട് പോയാലോടെ ഇന്ത്യ ജയിക്കുള്ളൂ, കൊഞ്ചലക്കാണ് മാറും. ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ എല്ലാരും മാനിച്ചു പോവുക. ജനറൽ സീറ്റിൽ UC രാമനെ നിർത്തിയ ഞങ്ങൾക്ക് ആരാതൊക്കെ പഠിപ്പിക്കുന്നത്? ബസറയിൽക്ക് അയിത്തപ്പഴം കയറ്റുന്നു. UC രാമൻ തോറ്റപ്പോ ഞങ്ങൾ കോർപ്പറേഷൻ ചെയർമാനാക്കി. അറിയോ? ഈ നാട്ടിൽ എല്ലാവരോടും മാന്യത പുലർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഭരണത്തിൽ മാറ്റിട്ടുപാട്ടിക്ക് ഒരു താല്പര്യമില്ല. അവരിത് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോക്കും പ്രശ്നമൊക്കെ ആയിട്ട്. കണ്ടില്ലേ നിങ്ങൾ? ആണവ കരാറിൽ പിന്തുണ പിൻവലിച്ചത് തെറ്റായി പോയെന്ന് ഇപ്പൊ പറഞ്ഞില്ല. ഇനി എന്താ ഇവര് പറയാനുള്ളത്? മൂന്നാം മുന്നണി ഉണ്ടാക്കി വൃഥാവ്യായാമം നടത്തി, അല്ലേ? എല്ലാം തെറ്റാന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് എന്താ ഇവരൊക്കെ നൽകിയത്? ഞങ്ങൾ ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? പാട്ട്. പാമ്പുകൾക്ക് പാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലയോന്ന് പറഞ്ഞു പോയ. എന്നാ ഒരു 4 മുളയും 5 ഓലയും കൊടുത്തിട്ട് ആ കൈരളി ചാനൽ കൊടുത്തിട്ട് ആ പൈസ കൊണ്ടൊന്ന് ഒരു വീടുണ്ടാക്കുമോ? നേരില്ല. നമ്മൾ കണ്ണുപരിശോധന ക്യാമ്പ് നടത്തുമ്പോ ഇവര് മുദ്രാവാക്യം എന്താ? എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. കണ്ണടി അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതും വാങ്ങൂല. അപ്പൊ എന്താ സംഭവം? മുദ്രാവാക്യം വിളിച്ച് കാലങ്ങനെ കഴിക്കുകയാണ്. ഞങ്ങൾ അങ്ങനല്ല. ഉള്ള നേരം കൊണ്ട് ഇപ്പൊ മഞ്ഞളാംകുടി അലി സാഹിബ് ഉണ്ട്. ഞങ്ങളെ ക്ഷമ കണ്ടില്ലേ ചാനലുകള്? എന്തെല്ലാം ആരൊക്കെ അതാ ഞങ്ങള്. കണ്ണൂരിലെ മാറ്റിട്ടുപാട്ടിയുടെ സ്ഥിതിയാണോ മുസ്ലിം ലീഗിന്റെ കോട്ടക്കൊത്തലങ്ങളിൽ? എതിരാളികൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാ ലീഗിന്റെ മണ്ണ്. മാറ്റിട്ടുപാട്ടിയുടെ അന്ധമായ രാഷ്ട്രീയ കുടിപ്പകയുടെ വാൾമുനയേറ്റ് ഞെട്ടറ്റ് വീഴാത്തവർ കേരളത്തിൽ ഇനി ഉണ്ടോ? ആർക്കൊക്കെ കിട്ടാണ്ട്? ഫസൽ NDFന്റെ പ്രവർത്തകൻ, കുഞ്ഞൻ ബാവ CPIയുടെ പ്രവർത്തകൻ, ജബ്ബാർ കോൺഗ്രസിന്റെ പ്രവർത്തകൻ, ഷുക്കൂർ നമ്മളെ MSFകാരൻ. ആർക്കാ കിട്ടാത്തത്? ജയകൃഷ്ണൻ മാഷ് BJPയുടെ പ്രവർത്തകൻ.
എവിടെയും വെച്ചേക്കില്ല. അതുപോലെയാണോ മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗിന്റെ സൗഹൃദം കണ്ട് ആരൊക്കെ പുകഴ്ത്തി? ബാബരി മസ്ജിദ് പതിനുശേഷം ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ അണികളെ പഠിപ്പിച്ചെന്റെ മുത്തു തങ്ങൾ അറിയില്ലേ? PK വാസുദേവൻ നായരാ പറഞ്ഞത്, ഈ തങ്ങളെ നിലപാടില്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു UP പോലെ കത്തിയാളുമായിരുന്നു. ഈ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കാണാൻ വേണ്ടി എന്റെ മുത്തു തങ്ങൾ വന്നൊരു രംഗമുണ്ട്. ഈ ഇരിക്കുന്ന ഹമീദ് മാസ്റ്ററുടെ തോളിൽ ഒരു കൈ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തോളിൽ ഒരു കൈ. ഞാൻ ഇപ്പൊ അടുത്ത് അബുദാബിയിൽ ചെന്നപ്പോ മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക വന്നു. ഞാൻ ആ ചിത്രം ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുക. എന്റെ മുത്ത് തങ്ങൾ കണ്ടോ? പൂന്തുറയിൽ, മാറാട്, എവിടെ? ഞങ്ങൾ എല്ലായിടത്തും സമാധാനത്തിന്റെ പാട്ടാ പാടിയത്. ഞങ്ങളെപ്പറ്റി ആരാ പറയുന്നത് സന്തുലിതാവസ്ഥ തെറ്റിച്ചു എന്ന്? ഞങ്ങളെല്ലാം മാനിച്ചു പോകുന്നവരാണ്. എന്നിട്ട് ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും പറയുന്നത് ഒരു ഭാഗത്തേക്ക് ചെരിവുണ്ട്. 4 ചൗരിപ്പുളിയാണ്ട് വെച്ച് ശരിയാക്കി കളി, വേറെ മാർഗമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ നികുതി അടക്കണാരാ? ഖജനാവ് നോക്ക്. ഞങ്ങള് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരാൾ ചാനലിൽ പറയാണ്, കേരളത്തിലെ അനന്തപുരിയിലെ ഖജനാവ് മുഴുവൻ പാലാ വഴി താനൂരിലൂടെ പാണക്കാട്ടേക്ക് ഒഴുകി. എന്താ അതിന്റെ അർത്ഥം? അനന്തപുരിയിലെ ഖജനാവ് പാലാ വഴി താനൂരിലൂടെ പാണക്കാട്ടേക്ക് ഒഴുകി. പാണക്കാട്ടത്തെ നികുതി അങ്ങനെ തന്നെ നാടും പോണത്. ഈ രാജ്യത്ത് നമുക്കൊന്നും പാടില്ല. ഈ മറ്റുള്ളവർക്കൊക്കെ എന്തും പറയാം, ഇതില്ലേ? ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് രാജ്യം ഭരിക്കാം. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ BJP അധികാരത്തിൽ വരുന്നു പറയുമ്പോൾ എല്ലാ മഹലിലും ഹർത്താലാ? അത് പറ്റുമോ? അങ്ങനെ ഉണ്ടോ? ജയിച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കണ്ടേ? ജയിച്ചാൽ 20 ആള് മന്ത്രിയാവില്ലേ? നല്ലൊരു 2020 ടീമിനല്ലേ കൊണ്ടിരുത്തിക്കണേ ഞങ്ങൾ. ചില്ലറക്കാരെന്നാണോ? ഞാനത് ആവർത്തിക്കണോ? അല്ലേ? സമർത്ഥനായ സ്റ്റോപ്പർ അബ്ദുറഹിമാൻ രണ്ടത്താണി അല്ലേ? ഇടതും വലതും നന്നായി ലെഫ്റ്റും റൈറ്റും KM ഷാജി, N ഷംസുദ്ദീൻ സമദാനി, PA അഹമ്മദ് കബീർ എല്ലാം കേരള രാഷ്ട്രീയത്തിന്റെ സെൻട്രൽ ഫോർവേഡ് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി, നല്ല നേക്ക് നോക്കി ത്രോ എറിയാൻ പറ്റി ഗോളാക്കാൻ പറ്റുന്ന മഞ്ഞളാങ്കുഴി അലി സാഹിബ് വേറെ, എന്റെ സീതിയാജിയുടെ ബഷീർ ഗോൾ കീപ്പറായ പെനാൽറ്റി പോസ്റ്റിക്ക് വരില്ല. ഞങ്ങള് കോർണർ എന്നല്ലേ അറിയ കളിയിൽ അല്ലേ? അവിടെ പന്തെടുക്കാൻ വരും. അല്ലെങ്കിൽ എന്താ ഈ നിയമസഭയിൽ ഇറങ്ങിപ്പോണെന്ന് അറിയോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നല്ല, ബഷീറിന്റെ ആ നൃത്തം കണ്ടിട്ടാ. ബഷീർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേന് ഇറങ്ങിപ്പോവുകയാണ്. അത് പറ്റൂലേ? നിങ്ങൾ ഈ രാജ്യത്തൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് സമ്മതിക്കൂല അല്ലേ? ഭരിക്കാൻ സമ്മതിക്കൂല അല്ലേ? ഞങ്ങൾ ആ പ്രിയങ്കരന്മാരായ നേതാക്കന്മാർ ആ ടീം ജയിച്ചാൽ അത് സമ്മതിക്കണ്ടേ? ഇപ്പൊ പിറവം തെരഞ്ഞെടുപ്പ്, അലി സാഹിബ്, പിറവം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ചാനലൊക്കെ എങ്ങനെ പറയുന്നു? 10,000 കവിഞ്ഞു. അനൂപ് ജേക്കബ് ഉജ്ജ്വലമായ വിജയം കൈവരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ട് നന്നേ കുറഞ്ഞു. മറ്റേ ജേക്കബിന് വളരെ കുറവാ. മൂപ്പര നാട്ടിൽ തന്നെ ആൾക്കാരൊപ്പമില്ല. ഇതൊക്കെ കൊണ്ട് പറഞ്ഞിട്ട് പറയാണ് 12ലേക്ക് കുതിക്കുകയാണ്. ഇനി ലീഡ് എത്രയാണ് അറിയാനുള്ളത് എന്നും പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ എല്ലാവരും പറയാണ്. അപ്പൊ ഞാൻ കൈരളി ചാനലിലേക്ക് മാറ്റി നോക്കി. കൈരളി ചാനലിൽ അപ്പൊ പാചകറാണി അച്ചാറുണ്ടാക്കുക. ഇവിടെ തോറ്റാന്ന് തോറ്റു എന്ന് പറഞ്ഞൂടെ? ഇതൊക്കെയല്ലേ മാന്യത? പൊന്നാര മക്കളെ, നിങ്ങളെ പറ്റി ജനങ്ങൾ മനസ്സിലാക്കിക്കണേ. ഇനി മഞ്ഞളാംകുഴിയാലി മന്ത്രിയാണ്. ഞങ്ങൾ നാട് നന്നായിയാണ് ഭരിക്കും. നിങ്ങൾ തൂങ്ങിയാണ്ട് ചത്താളി. അസ്സലാമു അലൈക്കും. ഈ സ്വീകരണ സമ്മേളനത്തിന് സമാപിക്കുകയാണ്. നന്ദി പറയുന്നതുകൊണ്ട് മണ്ഡലം സെക്രട്ടറി AK നാസർ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, വളരെ ഉജ്ജ്വലമായ ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ജില്ലയുടെ